അപ്പന് വീട്ടിൽ പോലെ അവിടെ എനിക്ക് സുഖമായിട്ട് ഞാൻ ഉറങ്ങി കാരണം ഒരു മാസത്തേക്ക് ഒരു ഉമ്മ കൊടുക്കേ. ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എല്ലാവരും ക്രിസ്മസും വെക്കേഷനും വിരുന്നുകളും ട്രിപ്പുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പഴയ പോലെ വീട്ടിൽ തന്നെ നമ്മുടെ ബാക്ക് ടു ലൈഫ് എന്ന് പറഞ്ഞ പോലെ വന്നിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഞാനും അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ വെക്കേഷൻ്റെ സമയത്ത് ഇക്കാടെ വീട്ടിൽ പോയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ ഡിസംബർ 25 ഷാജി വന്നിട്ടുണ്ടായിരുന്നു സൗദിയിൽ നിന്ന്. അത് ഇക്കാൻ്റെ തൊട്ട് താഴെയുള്ള അനിയൻ. അപ്പോൾ ഞങ്ങൾ അവനെ പിക്ക് ചെയ്യാനൊക്കെ എയർപോർട്ടിലൊക്കെ പോയിരുന്നു. അപ്പം ആ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മളുടെ ഈ പുതിയ വർഷത്തെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് കൊടുത്തിട്ട് കാണണേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പന് വീട്ടിൽ പോകണ്ടേ അപ്പൊക്കെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും. പെണ്ണുങ്ങളൊന്ന് വരുമ്പോഴത്തേക്ക് ചാവി ആയ്മ തന്നെ ഉണ്ട്. അപ്പൊ അവന് ഡിസംബർ 25 രാവിലെ ഒരു 8 മണിക്ക് എയർപോർട്ടിൽ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ ഒരുപാട് കാലമായി ആരെങ്കിലും പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ പോയിട്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ പോയി വരിക എന്നല്ലാതെ അങ്ങനെ നമ്മളവിടെ പോവാറില്ല. അപ്പം അധികം സർപ്രൈസ് ആയിട്ടൊക്കെയാണ് എല്ലാവരും വരാറ്. അപ്പം ഇവൻ എന്തായാലും ഭയങ്കര നിർബന്ധമായിരുന്നു എല്ലാവരും ഫാമിലി ആയിട്ട് എയർപോർട്ടിൽ വരണം, അപ്പം തന്നെ എല്ലാവരും മീറ്റ് ചെയ്യണം എന്നുള്ള അവനക്ക് അതായിരുന്നു കേട്ടോ ആഗ്രഹം. അപ്പം എന്നാൽ ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. നിങ്ങൾ കാത്തു നിൽക്കുന്ന നമ്മൾ എടുക്കണം. നിന്റെ പുതിയ ആപ്പിളാണോ വരുന്നത്? സന്തോഷമായോ? നിനക്ക് സന്തോഷമായി? നിനക്ക് മാത്രമേ ഈ ഭാഗ്യമില്ലല്ലേ? അവിടെ എനിക്ക് സുഖമായിട്ട് ഞാൻ ഉറങ്ങി കാരണം ഒരു മാസത്തേക്കാണ് ദുബായിക്ക് പോവാറ്. നിന്നോ ഫോട്ടോയിൽ നിന്നോ? ബ്ലാക്ക് ഒക്കെ ഇട്ട് ഓല് ഫാമിലി ഫുൾ ബ്ലാക്ക് ഇട്ടിട്ട് ഇത് പ്ലാനിങ് ആയിരുന്നു കേട്ടോ. ഇത് ഫുൾ പ്ലാനിങ് ആണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് രക്ഷപ്പെട്ടു. അപ്പൊ വന്ന പിന്നെ ഫുൾ അപ്പേക്കാരം. ഫുഡൊക്കെ കഴിച്ചോ? സന്തോഷമായി? നീ നന്നായി കഴിച്ചില്ലേ?
ഇന്ന് ആരുടെയും ബർത്ത്ഡേ ഒന്നും ഇല്ല കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടും വെക്കേഷനും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ക്രിസ്മസിന് കേക്കിൻ്റെ ഭയങ്കര നല്ല കളക്ഷൻസ് അല്ലേ. അപ്പം ഞങ്ങളൊരു കേക്ക് വാങ്ങിയത് കേട്ടോ അന്ന് രാത്രി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്ഥിരം പരിപാടി പെട്ടി തുറക്കലാണല്ലോ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ചോക്ലേറ്റിൻ്റെ പെട്ടി വന്നിട്ടില്ല കേട്ടോ, അതവൻ കാർഗോ അയച്ചിരിക്കുകയാണ്. അപ്പം ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. നല്ല രസമല്ലേ. എപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗൾഫിൽ നിന്ന് വരുന്ന പെട്ടി തുറക്കുന്നതിൻ്റെ ഒരു സന്തോഷം അതിങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. അപ്പം അങ്ങനെ അതായിരുന്നു പിന്നെ രാത്രിയത്തെ കലാപരിപാടി. കള്ളി ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇത് കാണുമ്പോ പണ്ട് ഇപ്പൊ കൊണ്ടുവരുന്ന ഇതുണ്ടോ എനിക്ക് വേണം ഈ ക്ലിപ്പ് കൊണ്ട്. സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റബ്ബറുണ്ട്, അത് മാത്രം ഫുള്ള് വർക്ക് ചെയ്യാൻ ആക്കാറല്ലോ അല്ലേ. അതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വെടി വെക്കാൻ പോയൊരു കുറച്ച് സമയം ഉണ്ടെങ്കിൽ അത് ചായ വിദേശിക്ക് വന്നിട്ടുണ്ടല്ലോ ചായ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പട്ടാമ്പിലേക്ക് വരികയും ചെയ്തു കേട്ടോ. എന്നെ ഷാജിൻ നിധിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നത്. അപ്പം അവരുടെ കൂടെ ഒരു ദിവസം നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ വെക്കേഷനായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് കാലിക്കറ്റ് പോകേണ്ട പരിപാടികൾ ഉള്ളതുകൊണ്ട് അതായിരുന്നു ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഷാജിയൊക്കെ പോകുന്നതിൻ്റെ മുന്നേ തന്നെ വീണ്ടും ഞങ്ങൾ ഫാമിലിയുടെ ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി അതാക്കാൻ അടുത്ത വിശേഷം അപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് പോവുക. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. അടുത്ത അടിപൊളി വീഡിയോ ഇട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ഹാപ്പി ന്യൂ ഇയർ.